ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. മുൻകരും നക്കീറും വരുന്നതിന് മുമ്പേ ഖബറിലേക്കൊരു മലക്ക് കടന്നു വരും. ആ മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. മുൻകരും നക്കീറും വരുന്നതിന് മുമ്പേ ഖബറിലേക്കൊരു മലക്ക് വരും. മയ്യത്ത് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ആ മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ്. റൗമാൻ എന്ന മലക്കിന്റെ ജോലി എന്താണെന്നറിയോ? ഒരു വല്ലാത്ത ജോലി ഖബറിലിരുത്തിക്കൊണ്ട് റൗമാൻ ചെയ്യിപ്പിക്കുമത്രേ. ഞാൻ ഈ പറയാൻ പോകുന്നത് അന്യഗ്രഹത്തിൽ വന്ന ജീവികളുടെ കഥയല്ല, എന്റെയും നിങ്ങളുടെയും കഥയാണ് ഈ പറയുന്നത്. റൗമാൻ എന്ന മലക്ക് ഖബറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന ആളുടെ അടുക്കൽ വന്നിട്ട് റൗമാൻ പറയും, എഴുന്നേക്കടോ. ഖബറിൽ വെച്ച മയ്യത്തിനോട് പറയും, എഴുന്നേക്കടാ. ഖബറിൽ കിടക്കുന്ന മയ്യത്ത് ചാടി എഴുന്നേക്കുമ്പോ ഖബറിലുണ്ടാകുന്ന ആലമുൽ ബർസഖിലെ രണ്ടാമത്തെ അനുഭവമാണ്. ഖബറിൽ കിടക്കുന്ന മലക്ക് പറയും, ചാടി എഴുന്നേക്കാൻ. ഖബറിൽ കിടക്കുന്ന ആള് ചാടി എഴുന്നേക്കുമ്പോ റഹ്മാൻ എന്ന മലക്ക് പറയുമത്രേ, ഉക്തുബ് അമലക, നിന്റെ ജീവിതത്തിൽ ഇതേവരെ നീ ചെയ്തതെല്ലാം ഒന്ന് എഴുതി വെക്കടാ. ജീവിതത്തിൽ ഇതേവരെ ചെയ്തതെല്ലാം ഒന്ന് എഴുതുക. ഉക്തുബ് അമലക, നീ പ്രായപൂർത്തിയായ അന്നു മുതൽ മരിക്കുന്നത് വരെ നീ എന്തൊക്കെ നന്മയും തിന്മയും ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഖബറിലൊന്നിരുന്ന് എഴുതുക. അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് എഴുതിക്കുന്നതെന്നറിയോ? അത് നാളെയാണ് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുക. ഇരുന്നെഴുതടോ. ആ സമയത്ത് ഖബറിലിരിക്കുന്ന ആള് പറയും, എങ്ങനെയാണ് ഞാൻ ഖബറിലിരുന്നിട്ട് എന്റെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങൾ എഴുതുന്നത്? വലൈസ ഇന്ദീ കലമും വലാ ഖിർതാസ്, എന്റെ കയ്യിൽ എഴുതാൻ പേനയില്ല, എന്റെ കയ്യിൽ എഴുതാൻ കടലാസില്ല. കടലാസില്ലാതെ പേനയില്ലാതെ എങ്ങനെയാണ് എഴുതുന്നത്? ആ സമയത്ത് റഹ്മാൻ എന്ന മലക്കിനോട് എഴുതാ പേനയില്ലാതെ കടലാസില്ലാതെ നിലവിളിക്കുമ്പോ റഹ്മാൻ എന്ന മലക്ക് പറയും, പേനയും കടലാസും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട. എടോ കെടോ കഫനുക്ക കിർതാ വൈസ്ബഴുക അഖലാ വരീഹുകമിദാ, നിന്റെ കഫൻ തുണി കടലാസാക്ക്, നിന്റെ കഫൻ തുണി കടലാസാക്ക്, നിന്റെ വിരലുകള് പേനയാക്ക്, നിന്റെ ഉമിനീര് മഷിയാക്കടോ. ഉമിനീരില് വിരൽ മുക്കിയിട്ട്, ഉമിനീരില് വിരൽ മുക്കിയിട്ട്, ഉമിനീരില് വിരൽ മുക്കിയിട്ട് കഫൻ തുണിയുടെ സൈഡിലോട്ടം എഴുതാൻ തുടങ്ങാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, മയ്യത്ത് പൊതിയുമ്പോൾ പൊതിയുന്ന വെള്ളത്തുണി അത് വെറും വെള്ളത്തുണിയല്ല, ഖബറിലിരുന്ന് കുത്തിയിരുന്ന് എഴുതാനുള്ള പേപ്പറാണ്. നിന്റെ നാവ് ഉമിനീരിലേക്ക് നിന്റെ കയ്യങ്ങ് തൊട്ടിട്ട് കഫന്നുണിയുടെ സൈഡിലോട്ടം എഴുതാൻ പറയുമ്പോ എവിടെയാണ് സഹോദരങ്ങളെ ജീവിതം മുഴുവനും നട്ടങ്ങളിലോട്ട് കടന്നുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ? കല്ലൂർ ജുമാ മസ്ജിദിന്റെ മിനാരത്തിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങുമ്പോ ഒരു ടൂ വീലറും എടുത്തുകൊണ്ട് ബാർ ഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങളിൽ ചെന്ന് നേർന്ന് പിടുങ്ങുന്ന ഗ്ലാസുകളുമായി ചിയേഴ്സ് വിളിച്ചെന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, കൂണ് പോലെ കുമിഞ്ഞു കൊണ്ടുന്ന ഇന്റർനെറ്റ് കഫേകളിലും സൈബർ കഫേകളിലും പാതിരാത്രിയിൽ ചെന്നിരുന്ന് ചൂണ്ടുവിരൽ.com അമർത്തുമ്പോ ലോകത്തുള്ള 140 രാട്ടങ്ങളിൽ ഏതൊക്കെ പെണ്ണ് തുണി ഉരിഞ്ഞാടിയാലും അത് മുഴുവൻ www.com ചൂടൻ വിഭവങ്ങളായി ആസ്വദിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് രഹസ്യകാമുകനുമായി മൊബൈൽ ഫോണിന്റെ കീബോർഡിൽ ചൂണ്ടുവിരലമർത്തിയിട്ട് രാത്രികളെ പകലാക്കി മാറ്റുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ചൂണ്ടുവിരൽ എന്തിനാണെന്നറിയുമോ? മൊബൈലിന്റെ കീബോർഡിൽ ഞെക്കാനല്ല, www.com വെബ്സൈറ്റിന്റെ വാതിൽ തുറക്കാനല്ല. ഈ ചൂണ്ടുവിരൽ വെച്ച് നിന്റെ കവന്തുണിയുടെ അറ്റത്ത് നീ എഴുതണം. നീ മദ്യപിച്ചെങ്കിൽ, നീ പലിശ മേടിച്ചത്, നീ അന്യനെ വഞ്ചിച്ചത്, നീ കള്ളം പറഞ്ഞത്, നീ ചീട്ട് കളിച്ചത്, നീ പലിശ വാങ്ങിച്ചത്, മറ്റൊരുവന്റെ ഫസാദ് പറഞ്ഞത്, കളവ് പറഞ്ഞത്, എല്ലാം പ്രായപൂർത്തിയായ അന്നു മുതൽ അവൻ മരിക്കുന്നത് വരെ സർവ്വതും അങ്ങ് എഴുതാൻ തുടങ്ങുമ്പോ ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, പത്ര നബിയെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സർവ്വകാര്യങ്ങളും അവൻ ഓർമ്മയിരിക്കുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞ അതേക്കെ യൗമിൻ വാഹിദിൻ, ഒരൊറ്റ ദിവസം അവന് സംഭവിച്ചതുപോലെ ഓർമ്മയിരിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നാലാമത്തെ
ജീവിതത്തിന്റെ അവസ്ഥയാണിത്. ഒന്ന് സഹോദരങ്ങളെ ഓർത്തു നോക്ക്, ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താ? പാതിരാവിന്റെ നിശബ്ദതയിൽ ചെയ്തതുപോലും കപന്തുണിയിൽ എഴുതി വെക്കണം. അവസാനം എല്ലാം എഴുതി തീരുമ്പോ പരീക്ഷ കഴിഞ്ഞ് പേപ്പർ വാങ്ങിക്കുന്നത് പോലെ റഹ്മാൻ എന്ന മലക്ക പേപ്പറിങ് വാങ്ങിക്കും, കഫന്തുണി അങ്ങ് കീറിമേടിക്കും. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയുമോ? ആ എഴുതിയ മനുഷ്യന്റെ കഴുത്തിലേക്ക് ആ പേപ്പർ കെട്ടിത്തൂക്കിയിടുമത്രേ. അവന്റെ കഴുത്തിലേക്ക് ആ പേപ്പറിങ് കെട്ടിത്തൂക്കിയിടുമത്രേ. ഇത്രയും പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ നോക്കുന്ന സഹാബത്തിന്റെ മുമ്പിൽ തെളിവായിട്ട് ഈ ഖുർആന്റെ ആയത്തോതി. സുമ്മ തലാ ഹാദിഹിൽ ആയ, അല്ലാഹുവിന്റെ റസൂൽ അതിന് തെളിവായിട്ട് ഈ ആയത്തോതി. എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഓതുകയാണ്, وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. وكل إنسان, ഓരോ മനുഷ്യരും അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ കഴുത്തില് അവന്റെ മുതുകില് കെട്ടിത്തൂക്കിയിടും. എന്തിനാണെന്നറിയോ? സാധാരണ എഴുത്തല്ല, സ്വന്തം കൈപ്പടയിലാണ് എഴുതുന്നത്. ദുനിയാവിലെ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് ഏറ്റവും വലിയ തെളിവാണ്, നിഷേധിക്കാൻ പറ്റില്ല. ചോദിക്കുമെടാ, നിന്റെ കൈപ്പടയിൽ നീ എഴുതിയതല്ലേ? സ്വന്തം കൈപ്പടയിൽ അല്ലാഹു എഴുതിപ്പിച്ചിട്ട് എന്തിനാണ് കഴുത്തിൽ കെട്ടുന്നതെന്നറിയുമോ? സൂറത്തുൽ ഇസ്രായിൽ കാണാം, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവനെ ഞാൻ എഴുന്നേൽപ്പിക്കുമ്പോ, നാളെ അഞ്ചാം ലോകത്തിൽ നാം ഇതിനെ കുറിച്ച് പറയുമ്പോ അല്ലാഹു ചോദിക്കും, യൗമൽ ഖിയാമത്തി, പരലോകത്ത്, കിതാബൻ യൽഖാഹു മൻശൂറാ.